iPhone XR ഇപ്പോൾ ആപ്പിൾ ഒഫീഷ്യലായിട്ട് വിൽക്കുന്ന ഒരു ഫോണല്ല. അതായത് ഒരു ഡിസ്കണ്ടിന്യൂ ചെയ്തൊരു ഫോൺ തന്നെയാണ്. പക്ഷേ എന്നാലും അതിനൊരു സെക്കൻഡ് ഹാൻഡ് യൂണിറ്റ് അല്ലെങ്കിൽ ചില സ്റ്റോറിൽ നിന്ന് നമുക്കൊരു ഡിസ്കൗണ്ടഡ് പ്രൈസിനകത്ത് ഒരു ഫസ്റ്റ് ഹാൻഡ് യൂണിറ്റ് വാങ്ങിക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട്. അത് ഈ ഫോൺ ലോഞ്ച് ആയത് 2018 അതിപ്പോൾ 2022 ആവാറായ സമയത്ത് ഈ ഫോൺ വാങ്ങിക്കാൻ നോക്കുന്നവർ കാണും. അതായത് ഇതിൻ്റെ ഡിസ്കൗണ്ടഡ് റേറ്റ് കണ്ടിട്ടോ അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് ഇത് വാങ്ങിക്കാൻ നോക്കുന്ന ആൾക്കാർ കാണും. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ ഈ ഫോണിൻ്റെ നല്ല ഫീച്ചേഴ്സും അത് കണക്ക് തന്നെ പോരായ്മകളും അറിഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യം തന്നെയാണ്. അതും ഈ ഫോണിൻ്റെ കാര്യത്തിലേക്ക് വരാൻ നേരത്ത് ഞാൻ പറഞ്ഞില്ലേ 2018 ലോഞ്ച് ആയ ഒരു ഫോണായിട്ട് പോലും ഇപ്പോഴും ഇതിൻ്റെ ഡിസൈൻ നോക്കാൻ നേരത്ത് നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള ഡിസൈൻ തന്നെയാണ്. കാരണം നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഗ്ലാസ് വരുന്നുണ്ട്. പിന്നെ ഫ്രെയിം എന്ന് പറഞ്ഞാൽ അലുമിനിയം ഫ്രെയിമാണ്. പിന്നെ കാണാനും തരക്കേടില്ലാത്തൊരു ഡിസൈനാണ്. ഞാൻ നമുക്ക് നോച്ചുള്ളൊരു ഡിസൈൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ നോച്ച് എന്നുള്ളൊരു ഡിസൈൻ ആപ്പിൾ ഐഫോൺസിനകത്ത് എല്ലാത്തിനകത്ത് ഉള്ളതാണ്. അത് പുതിയ ഐഫോൺസിനകത്ത് നോച്ചിൻ്റെ സൈസ് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ടെങ്കിൽ പോലും ആ നോച്ച് എഫക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിതിൻ്റെ ഡിസൈൻ പൊതുവെ ഇഷ്ടമാണ്. പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ കളർ ഓപ്ഷൻസ്, ഈ ഫോണിൻ്റെ കളർ ഓപ്ഷൻസ് എന്ന് പറയുന്നത് നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസൈൻ രീതിയിൽ ഈ iPhone XR ഇപ്പോഴും നല്ലൊരു ഓപ്ഷനായിട്ട് നിൽക്കുന്ന ഫോണാണ്. പിന്നെ അങ്ങനെ ഈ ഫോണിൻ്റെ ഡയമെൻഷൻസ് എടുക്കാൻ നേരത്തെ തന്നെ ഇത് ഒരുപാട് വലിയൊരു ഫോണും അല്ല, അതങ്ങനെ ഒരുപാട് ചെറിയൊരു ഫോണും അല്ല, ഒരു പെർഫെക്റ്റ് സൈസ് എന്ന് പറയാം. നമുക്ക് ഒരു കൈ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഓപ്ഷനൊന്നും അല്ല, രണ്ട് കൈ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റൂ. എന്നാലും ഡയമെൻഷനും നല്ലോണം തന്നെ നിൽപ്പുണ്ട്. പിന്നെ വെയിറ്റ് എടുത്താൽ പോലും 194 grams വെയിറ്റ് ഉള്ളൂ. ഒരുപാട് വെയിറ്റ് കൂടിയ ഫോണും അല്ല. അപ്പോൾ അങ്ങനത്തെ അർത്ഥത്തിലും ഈ ഫോണിന് നല്ല കാര്യങ്ങളുണ്ട്. പിന്നെ അത് മാത്രമല്ല ഇവിടെ IP67 റേറ്റിംഗ് വരുന്നുണ്ട്. അതായത് ഒരു വാട്ടർ റെസിസ്റ്റൻസ് റേറ്റിംഗ് ഈ ഫോണിന് കിട്ടുന്നുണ്ട്. അത് നമ്മളിതിൻ്റെ പ്രൈസിങ് എടുക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒരു സെക്കൻഡ് ഹാൻഡ് യൂണിറ്റ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു 25,000 30,000 റേഞ്ചിലൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് ഈ പ്രൈസ് റേഞ്ച് വരുന്ന കോമ്പറ്റീഷൻ ഫോൺസുമായിട്ട് കമ്പയർ ചെയ്യാൻ നേരത്ത് ഇതിൻ്റെ ഡിസൈനിനകത്ത് ഈ ഫോൺ ഇപ്പോഴും മികച്ച് നിൽക്കുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു പോരായ്മയായിട്ട് നിൽക്കുന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. അതിപ്പോൾ iPhone XR എടുത്താലും iPhone 11 എടുത്താലും ആ ഒരു പ്രശ്നമുണ്ട്. അതായത് ഡിസ്പ്ലേയുടെ സൈസ് ഒക്കെ പെർഫെക്റ്റ് ആണ്, 6.1 ഇഞ്ച് ഉണ്ട്. അതും ഡിസ്പ്ലേയുടെ റെസൊല്യൂഷൻ നോക്കാൻ നേരത്തെ തന്നെ വലിയ പോരായ്മയൊന്നുമില്ല. പക്ഷേ ഇതൊരു IPS LCD പാനലാണ്. ഇതൊരു ബെസ്റ്റ് ക്വാളിറ്റി IPS LCD പാനൽ തന്നെയാണ്. പക്ഷേ IPS LCD പാനലാവാൻ നേരത്ത് നമുക്ക് ആ AMOLED പാനലിനകത്ത് കിട്ടുന്ന ഒരു എഫക്റ്റ് കിട്ടത്തില്ല. അതായത് ഷാർപ്പായിട്ടുള്ള കളേഴ്സും അതിനൊക്കെ തന്നെ ഡീപ്പായിട്ടുള്ള ബ്ലാക്ക് ഒന്നും വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ ഫോൺസായിട്ട് നിങ്ങൾ ഡിസ്പ്ലേ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ഈ ഡിസ്പ്ലേ എന്ന് പറയുന്നത് അത്ര എടുത്ത് നിൽക്കുന്ന ഒരു ഡിസ്പ്ലേ അല്ല. പിന്നെ നമുക്ക് ഡിസ്പ്ലേക്കകത്ത് റിഫ്രഷ് റേറ്റ് എടുക്കാൻ നേരത്തെ തന്നെ 60 Hz ഉള്ളൂ. പക്ഷേ അതൊരു പ്രശ്നമല്ല. കാരണം iOS എന്ന് പറയുന്നത് 60 Hz ആണെങ്കിൽ പോലും നല്ല സ്മൂത്ത് ആയിട്ടുള്ള എഫക്റ്റ് തന്നെയാണ് എല്ലാത്തിനകത്ത് വരുന്നത്. സ്മൂത്ത് ആയിട്ടുള്ള നാവിഗേഷനും സ്ക്രോളിംഗ് എല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഡിസ്പ്ലേക്കകത്ത് ഈ കളർ എഫക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഷാർപ്നെസ് എഫക്റ്റിനകത്തുള്ളൊരു വ്യത്യാസം നിങ്ങൾ നല്ലോണം അറിയും. അതായത് നമ്മളൊരു സാംസങ് ഫോണായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ അത് നല്ലോണം തന്നെ എടുത്തറിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡിസ്പ്ലേയുടെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുവാണെങ്കിലും ഈ ഡിസ്പ്ലേ ഇപ്പോഴായ പോലും കമ്പാരിസൺ വെക്കുന്നില്ലെങ്കിൽ കണ്ടന്റ് കാണാൻ നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ്. അതായത് നമ്മളിപ്പോൾ ഗെയിം കളിക്കുവാണ് അല്ലെങ്കിൽ വീഡിയോ ആണെങ്കിൽ അതിനകത്തൊന്നും ഒരു പ്രശ്നമില്ല. അത്യാവശ്യം നല്ലോണം തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഡിസ്പ്ലേ ആണ്. പിന്നെ അത് മാത്രമല്ല ഇവിടുത്തെ ബാക്ക് ലൈറ്റിംഗ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിൽപ്പുണ്ട്. പിന്നെ ഈ ഡിസ്പ്ലേയുടെ പീക്ക് ബ്രൈറ്റ്നസ് ലെവൽ 625 nits വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തൊക്കെ ഉപയോഗിക്കാൻ നേരത്ത് തന്നെ കണ്ടന്റ് വായിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനത്തെ അർത്ഥത്തിലൊക്കെ കൊള്ളാം. പക്ഷേ നമ്മളിപ്പോൾ കമ്പാരിസൺ വെച്ച് നോക്കാൻ നേരത്ത് 2022 iPhone XRൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരു നല്ല ഫീച്ചർ അല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തതെന്ന് പറയാൻ പറ്റും. അതായത് നമുക്ക് കമ്പാരിസൺ ഫോൺസുമായിട്ട് ഒരിക്കലും പിടിച്ച് നിൽക്കുന്ന ഡിസ്പ്ലേ ആയിട്ട് വരത്തില്ല ഈ iPhone XRൻ്റെ ഡിസ്പ്ലേ. പക്ഷേ ഇപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഈ ഫോണിൻ്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ iOSഉം അതേ കണക്ക് തന്നെ ഇവിടുത്തെ പ്രൊസസ്സറുമാണ്. ഇവിടുത്തെ പ്രൊസസ്സർ എന്ന് പറയുന്നത് Apple A12 ബയോണിക് ചിപ്പാണ്. പിന്നെ അതിനുള്ള സ്റ്റോറേജ് ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ നമുക്ക് 64 GB വരുന്നുണ്ട്, 128 GB ഉണ്ട്, പിന്നെ 256 GB വേരിയൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ റാം എന്ന് പറയുന്നത് 3 GB ആണ്. അതുപോലെ സ്റ്റോറേജ് ഒന്നും എക്സ്പാൻഡ് ചെയ്യാൻ പറ്റത്തില്ല, അത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അത് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ കാണാൻ നേരത്ത് ഇതിൻ്റെ പെർഫോമൻസിനകത്ത് അങ്ങനെ ഭയങ്കര ഒരു ഹൈപ്പ് തോന്നത്തില്ല. പക്ഷേ ഇപ്പോൾ ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഇപ്പോൾ ഉപയോഗിക്കുകയാണെങ്കിൽ പോലും പെർഫോമൻസിനകത്ത് ഇഷ്യൂ ഇല്ലാതെ വർക്ക് ആവുന്ന ഒരു ഫോണാണ് iPhone XR. അത് ഐഫോൺസ് എല്ലാം അങ്ങനെ തന്നെയാണ്. കാരണം അതിനകത്ത് പെർഫോമൻസ് പ്രശ്നങ്ങൾ വരത്തില്ല. ഇപ്പോൾ പെർഫോമൻസ് പ്രശ്നം ഇല്ലെന്ന് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും സ്മൂത്ത് എന്നല്ല. അതായത് നമ്മൾ ഹെവി ആയിട്ടുള്ളൊരു ഗെയിം കളിക്കുകയാണെങ്കിൽ ചെറിയൊരു ലാഗ് ഒക്കെ അറിയാൻ പറ്റും. അത് മാത്രമല്ല ഒരുപാട് ഹെവി ടാസ്ക് ചെയ്യുമ്പോഴത്തേക്കും ആ പ്രോസസ്സിംഗ് ടൈം കുറച്ച് കൂടുതലാണ്. പക്ഷേ എന്നാലും ഇപ്പോൾ നമ്മൾ കമ്പാരിസൺ ഫോണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ഈ ഒരു പ്രൈസ് റേഞ്ച് വരുന്ന വേറെ ഫോൺസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പെർഫോമൻസ് ഫാക്ടറിനകത്ത് ഈ ഫോൺ ഇപ്പോഴും നല്ല മികച്ച രീതിയിൽ തന്നെ നിൽപ്പുണ്ട്. അതായത് നമുക്ക് വേണമെങ്കിൽ ആ കോമ്പറ്റീഷൻ ഫോൺസിനെ കാട്ടിയും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ഫോൺ എന്ന് പറയാൻ പറ്റും ഈ iPhone XRനെ, അല്ലെങ്കിൽ അതിനൊപ്പം പെർഫോം ചെയ്യുന്ന ഒരു ഫോൺ എന്ന് പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫാക്ടറിനകത്ത് നിങ്ങൾ ഇപ്പോഴായ പോലും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അത് മാത്രമല്ല ഇനി കുറേ കാലത്തേക്ക് നോക്കാൻ നേരത്തെ ഒരു 2-3 വർഷത്തേക്ക് മുമ്പിലോട്ട് നോക്കുവാണെങ്കിൽ തന്നെ സോഫ്റ്റ്വെയർ സപ്പോർട്ട് എന്തായാലും ഈ ഫോണിന് കിട്ടും. പിന്നെ ഈ സ്ലോ ഡൗൺ ആവുന്ന കാര്യം, അതായത് നമുക്ക് പെർഫോമൻസ് ബേസിസിനകത്ത് ഈ ഫോൺ ഒരുപാട് സ്ലോ ആവുന്ന ഒരു കാര്യവും വരാൻ സാധ്യത കുറവാണ്. അതൊക്കെ വരും. ഒരു 2 വർഷം കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ സ്ലോ ആയ ഒരു ഫോണായി മാറും. പക്ഷേ നമുക്ക് ആ സോഫ്റ്റ്വെയർ സപ്പോർട്ടും അല്ലെങ്കിൽ ഒരു 2 വർഷത്തേക്ക് ഇനിയും വലിയ പ്രശ്നങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഫോണിൻ്റെ ഒരു വലിയ സ്ട്രോങ് പോയിന്റ് ആണ്, അല്ലെങ്കിൽ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ഉള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ നമുക്ക് ഇത്ര വലിയൊരു അഡ്വാൻറ്റേജ് അടുത്ത ഫാക്ടറിനകത്ത് വരുന്നില്ല. അതായത് അടുത്ത ഫാക്ടറായ ക്യാമറ നോക്കാൻ നേരത്ത് നമുക്ക് ഇത്ര വലിയൊരു അഡ്വാൻറ്റേജ് കിട്ടത്തില്ല. ക്യാമറ പെർഫോമൻസ് ഇപ്പോഴും നല്ല തന്നെയാണ്. പക്ഷേ എന്നാലും നമുക്ക് കോമ്പറ്റീഷൻ ഫോൺസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനെക്കാട്ടിയും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരുപാട് ഫോൺസ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. അതായത് നമുക്കിപ്പോൾ ഗൂഗിൾ പിക്സൽ 4a നോക്കുവാണെങ്കിൽ അതിൻ്റെ ക്യാമറ സിസ്റ്റം എന്നൊക്കെ പറയുന്നത് ഒരു 25,000 റേഞ്ചിലുള്ള ഫോണിനകത്ത് ഏറ്റവും ബെസ്റ്റ് ക്യാമറ സിസ്റ്റം തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ ഫോണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ iPhone XRന് ഫോട്ടോ എടുക്കുന്ന സമയത്ത്
അത്രയും ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നില്ല. അതായത് നമുക്ക് ബാക്കിൽ നോക്കാൻ നേരത്തെ ഒരു ഒറ്റ ക്യാമറയാണ് iPhone XR വരുന്നത്. അതൊരു 12 മെഗാ പിക്സൽ ക്യാമറയാണ്. ഇതിൻ്റെ ആപ്പർച്ചർ f1.8 ആണ്. അത് നമ്മൾ ഈ മെയിൻ ക്യാമറ വെച്ചെടുക്കുന്ന ഫോട്ടോസ് നല്ല കണ്ടീഷനിൽ എടുക്കുവാണെങ്കിൽ, അതായത് നമുക്ക് നല്ല ലൈറ്റിംഗ് ഒക്കെ ഉള്ള ഒരു എൻവയൺമെൻറ്റിൽ എടുക്കുവാണെങ്കിൽ നല്ല രീതിയിലുള്ള ഫോട്ടോസാണ് കിട്ടുന്നത്. അതായത് നമുക്ക് നല്ല ഷാർപ്പായിട്ടുള്ള നല്ല ക്രിസ്പായിട്ടുള്ള ഫോട്ടോസ് വരുന്നുണ്ട്. പക്ഷേ നമുക്ക് കണ്ടീഷൻ മോശമാകുന്നതനുസരിച്ച്, അതായത് ലൈറ്റ് കുറയുന്നതനുസരിച്ച് അല്ലെങ്കിൽ കുറച്ചുകൂടെ ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ എടുക്കാൻ നേരത്ത് ഈ ക്യാമറയുടെ പോരായ്മ അറിയാൻ പറ്റുന്നുണ്ട്. അതായത് നൈറ്റ് മോഡ് സപ്പോർട്ട് ഇല്ലാത്ത മാത്രമല്ല, അങ്ങനത്തെ കണ്ടീഷനിൽ എടുക്കാൻ നേരത്ത് ഗ്രെയിൻസ് കൂടുതലാണ്. അപ്പോൾ ഫോട്ടോയുടെ ക്വാളിറ്റി ഭയങ്കരമായിട്ട് മോശമാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ കമ്പാരിസൺ ഫോണായിട്ട് നോക്കാൻ നേരത്ത്, ഇപ്പോൾ പിക്സൽ 4a ആയിട്ടൊക്കെ നോക്കാൻ നേരത്ത് പിക്സൽ 4a മിക്ക കണ്ടീഷനിനകത്ത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു അഡ്വാൻറ്റേജ് iPhone XR ഇപ്പോൾ കിട്ടുന്നില്ല. പക്ഷേ ഫോട്ടോയ്ക്കകത്ത് അഡ്വാൻറ്റേജ് വരുന്നില്ലെങ്കിലും വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ ഒരു പ്രൈസ് പോയിന്റിനകത്ത് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫോണാണ് iPhone XR എന്ന് പറയുന്നത്. അത് നമുക്ക് ബാക്കിലത്തെ ക്യാമറ വെച്ച് എടുക്കാൻ പറ്റുന്ന മാക്സിമം റെസൊല്യൂഷൻ എന്ന് പറയുന്നത്, വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 4K 60 FPS ആണ്. അത് ഈ വീഡിയോ ക്വാളിറ്റി നോക്കാൻ നേരത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റിയാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വ്ളോഗിങ് ക്യാമറയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മെയിൻ വീഡിയോ ക്യാമറയോട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്യാമറ തന്നെയാണ് ഈ iPhone XR ക്യാമറ ഇപ്പോഴും. അപ്പോൾ അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ക്യാമറയ്ക്കകത്തുണ്ട് വീഡിയോ റെക്കോർഡിങ്ങിനകത്ത്. പക്ഷേ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ആ ഒരു അഡ്വാൻറ്റേജ് വരുന്നില്ല. അത് നമ്മൾ ഫോട്ടോ എടുക്കുന്നതായിരിക്കും മെയിനായിട്ട് മിക്കവരും ചെയ്യുന്ന കാര്യം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം. പിന്നെ ഫ്രണ്ട് ക്യാമറയിലേക്ക് പോകാൻ നേരത്ത് ഫ്രണ്ടിലുള്ള ക്യാമറ 7 മെഗാ പിക്സൽ ക്യാമറയാണ്. അതിൻ്റെ ആപ്പർച്ചർ f2.2 ആണ്. ഇത് വലിയ കുഴപ്പമില്ലാത്തൊരു ക്യാമറ എന്ന് പറയാൻ പറ്റും. സെൽഫീസിനകത്ത് ആ ഒരു ഷാർപ്നെസ് കുറവ് അറിയുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല വൈഡ് ആയിട്ടുള്ള സെൽഫി അല്ല, അതായത് നമുക്ക് ഫ്രെയിം ചെറുതാണ്. അതും ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് വേറെ ഫോൺസൊക്കെ നോക്കുവാണെങ്കിൽ സെൽഫീസ് കോൺസെൻട്രേറ്റ് ചെയ്ത് വരുന്ന ഫോൺസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഫോണുമായിട്ട് നോക്കാൻ നേരത്ത് ഇത് പിടിച്ച് നിൽക്കത്തില്ല. പക്ഷേ വീഡിയോ റെക്കോർഡിംഗ് എടുക്കാൻ നേരത്ത് 1080p 60 FPS വരെ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മാക്സിമം റെസൊല്യൂഷൻ അത്രയും കിട്ടുന്നുണ്ട്. അതും വീഡിയോയുടെ ക്വാളിറ്റി നല്ല തന്നെയാണ്. പക്ഷേ ആ ഫ്രെയിം ചെറുതായ കാര്യം വീഡിയോയ്ക്കകത്ത് വരുന്നുണ്ട്. പക്ഷേ എന്നാലും സ്റ്റെബിലൈസേഷനും കളേഴ്സും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ട് തന്നെ. ഫ്രണ്ട് ക്യാമറ വെച്ചെടുക്കുന്ന വീഡിയോസ് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് iPhone XRനകത്ത്. അതായത് iPhone XRന്റെ ക്യാമറ സിസ്റ്റം മൊത്തത്തിൽ പറയുവാണെങ്കിൽ വീഡിയോ റെക്കോർഡിങ്ങിന് ഇപ്പോഴും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു ബഡ്ജറ്റിനകത്ത്. പക്ഷേ നമുക്ക് ഫോട്ടോ എടുക്കാൻ നേരത്ത് അതിൻ്റെതായ പോരായ്മകൾ ഇപ്പോൾ ഉണ്ട്. പക്ഷേ നമ്മൾ അടുത്ത ഫാക്ടറായ ബാറ്ററി ബാക്കപ്പ് നോക്കുവാണെങ്കിൽ അത് iPhone XRനകത്ത് ഇപ്പോഴും തരക്കേടില്ലാതെ നിൽക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു സെക്കൻഡ് ഹാൻഡ് യൂണിറ്റാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ ബാറ്ററി ചിലപ്പോൾ മോശമായിരിക്കും. ഒരു 90% അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 85% ഒക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ, അതായത് നമുക്കൊരു 90% ബാറ്ററി ഹെൽത്തുള്ള ഒരു ഫോണാണ് നിങ്ങൾ കിട്ടുന്നതെങ്കിൽ അതിൻ്റെ ബാറ്ററി ബാക്കപ്പും വലിയ കുഴപ്പമില്ല തന്നെ വരും. അതായത് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി, ഫുൾ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 2942 mAh ആണ്. അപ്പോൾ അത്രയും വലിയൊരു കപ്പാസിറ്റി ഒന്നും അല്ല ആൻഡ്രോയിഡ് ഫോൺസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ ഇത്രയും ഉള്ളെങ്കിൽ പോലും ഇതിനകത്ത് നമുക്ക് പെർഫോമൻസിനകത്തുള്ള ഒപ്റ്റിമൈസേഷനും അതിനകത്ത് തന്നെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരുപാട് പവർ എടുക്കാത്ത ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു 90% ബാറ്ററി ഹെൽത്തുള്ള ഒരു ഫോണാണ് വാങ്ങിക്കുന്നതെങ്കിലും നമുക്ക് സ്ക്രീൻ ഓൺ ടൈം ഒരു 5 മണിക്കൂർ റേഞ്ചിലേക്ക് കിട്ടും. അതായത് നമുക്ക് അതിനെക്കാട്ടിയും കൂടുതൽ ബാറ്ററി ഹെൽത്തുള്ള ഫോണാണെങ്കിൽ അതിനെക്കാട്ടിയും ബെറ്റർ ആയിട്ടുള്ള സ്ക്രീൻ ഓൺ ടൈം കിട്ടും. പക്ഷേ ബാറ്ററി ഹെൽത്ത് കുറയുമ്പോഴത്തേക്കും സ്ക്രീൻ ഓൺ ടൈം കുറഞ്ഞു പോകും. അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. എന്നാലും പൊതുവെ പറയുവാണെങ്കിൽ iPhone XRന്റെ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് വലിയ കുഴപ്പമില്ലാത്ത ബാറ്ററി ബാക്കപ്പ് ആണ്. അത് മാത്രമല്ല ഈ ഫോണിനകത്ത് നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. അതായത് നിങ്ങൾ 20 വാട്ട് ഫാസ്റ്റ് ചാർജർ വെച്ച് ചാർജ് ചെയ്യുവാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പീഡുള്ള ചാർജിങ് കിട്ടുന്നുണ്ട്. പിന്നെ വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജും ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ വയർലെസ് ചാർജിങ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മിക്ക ഫോൺസിനകത്തും, അതായത് ഈ ബഡ്ജറ്റിലുള്ള മിക്ക ഫോൺസിലും കാണത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ഈ iPhone XRനുണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളായ നമ്മൾ ബ്ലൂടൂത്ത് വേർഷൻ നോക്കുവാണെങ്കിൽ അത് 5 ആണ്. പിന്നെ വൈഫൈക്കകത്തും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് കണക്ടിവിറ്റി കിട്ടിയേക്കുന്നത്. പിന്നെ LTE സ്പീഡും തരക്കേടില്ലാത്ത സ്പീഡാണ് വരുന്നത്. പക്ഷേ അതെന്ന് പറയുന്നത് ശ്രദ്ധിക്കണം. അതായത് നമുക്ക് LTE സ്പീഡ് പുതിയതായിട്ട് ഇറങ്ങുന്ന ഫോൺസായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അതിനെക്കാട്ടിയും കുറച്ച് കുറഞ്ഞിരിക്കുകയാണ്. പിന്നെ 5G സപ്പോർട്ടൊന്നും ഈ ഫോണിനില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ NFC-യുടെ കാര്യം പറയാൻ നേരത്തെ NFC സപ്പോർട്ട് വരുന്നുണ്ട്. ആപ്പിൾ പേ കൊണ്ട്, പക്ഷേ ആപ്പിൾ പേ ഇന്ത്യയിലൊന്നും വർക്ക് ആവത്തില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യം നമുക്കൊരു അഡ്വാൻറ്റേജ് അല്ല. പിന്നെ ഇവിടുത്തെ സ്പീക്കർ സിസ്റ്റം നോക്കാൻ നേരത്ത് നമുക്ക് ഡ്യുവൽ സ്പീക്കേഴ്സാണ്. ഈ താഴെ കാണുന്ന ഗ്രില്ലും നമ്മുടെ UPS സ്പീക്കറാണ്. അതും നല്ല സ്പീക്കർ സിസ്റ്റം തന്നെയാണ്. ഇപ്പോഴായാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റീരിയോ എഫക്റ്റ് വരുന്ന ഒരു സ്പീക്കർ സിസ്റ്റം തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇയർപീസിൻ്റെ ക്വാളിറ്റിയും വലിയ കുഴപ്പമില്ലാത്തതാണ്. പിന്നെ ഇയർപീസിൻ്റെ കാര്യം പറയാൻ നേരത്ത് ഈ നോച്ചിനകത്ത് തന്നെ ഫേസ് ID വരുന്നുണ്ട്. അപ്പോൾ ഫേസ് IDക്കകത്ത് മാസ്ക് വെച്ചാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഫേസ് IDയുടെ പ്രശ്നങ്ങളുണ്ട്. അതായത് നമുക്ക് ആപ്പിൾ വാച്ച് ഇല്ലെങ്കിൽ പ്രോപ്പറായിട്ട് അത് വർക്ക് ആവത്തില്ല. പിന്നെ ഫേസ് IDയുടെ സ്പീഡ് എന്ന് പറയുന്നത് വലിയ കുഴപ്പമില്ലാത്ത സ്പീഡാണ്. എന്നാലും അത്യാവശ്യം നല്ലൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു അൺലോക്കിംഗ് സിസ്റ്റം തന്നെയാണ് ഫേസ് ID. അതുകൊണ്ട് തന്നെ എനിക്ക് ഫേസ് ID ഇപ്പോഴും ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് iPhone XRന്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ 2022 നോക്കാൻ നേരത്ത്. അതായത് ഈ ഒരു സമയത്ത് ഈ ഫോണിന് പോരായ്മകൾ വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ക്യാമറ സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഒന്നുമല്ല. പിന്നെ അത് മാത്രമല്ല ഡിസ്പ്ലേ എടുക്കാൻ നേരത്ത് അതെന്ന് പറയുന്നത് വലിയൊരു ഡ്രോബാക്ക് ആണ്. പിന്നെ LTE സ്പീഡ് കമ്പാരിസൺ നോക്കാൻ നേരത്ത് അതിനകത്ത് കുറച്ച് കുറവ് വരുന്നത്. പിന്നെ അതിനകത്ത് 5G സപ്പോർട്ട് ഇല്ലാത്ത കാര്യങ്ങൾ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ എടുത്ത് പറയാൻ നേരത്ത് പോരായ്മകളുള്ള ഫോൺ തന്നെയാണ് iPhone XR. പക്ഷേ നിങ്ങളൊരു iPhone വാങ്ങിക്കാൻ നിൽക്കുവാണ്, നിങ്ങളുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു 30,000 താഴേക്ക് വരുവാണെങ്കിൽ iPhone SE 2 ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിനെക്കാട്ടിയും ഞാൻ പ്രിഫർ ചെയ്യുന്ന ഫോൺ എന്ന് പറയുന്നത് iPhone XR തന്നെയായിരിക്കും. അത് നിങ്ങൾക്കൊരു നല്ല യൂണിറ്റ് കിട്ടുവാണെങ്കിൽ ഈ ഫോൺ എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം നമ്മുടെ മെയിൻ ഫോണായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും. കാര്യം നമുക്ക് ഇവിടുത്തെ ഫീച്ചേഴ്സിനകത്തൊക്കെ കുറേ കാര്യങ്ങളൊക്കെ മികച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെ iPhone പരമായിട്ട് പറയാൻ നേരത്ത് ഈ ഫോണിന് അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ നിങ്ങളുടെ ബഡ്ജറ്റിനകത്ത് ഇപ്പോൾ 30,000 അല്ല, അതിനെക്കാട്ടിയും കുറച്ചും കൂടെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ iPhone XRനെക്കാട്ടിയും കുറച്ചും കൂടെ മികച്ചിട്ട് നിൽക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് iPhone 11 തന്നെയാണ്. iPhone 11 ഒരു ഡിസ്പ്ലേ അഡ്വാൻറ്റേജ് iPhone XRന് കിട്ടത്തില്ല. പക്ഷേ ക്യാമറ അഡ്വാൻറ്റേജ് നല്ല കൂടുതലാണ്. പിന്നെ അത് മാത്രമല്ല പെർഫോമൻസ് എടുക്കാൻ നേരത്തെ തന്നെ പെർഫോമൻസ് ബെറ്റർ ആയിട്ട് കിട്ടുന്നതും iPhone 11ലാണ്. പിന്നെ iPhone 11ന് കൂടുതൽ നാളത്തേക്കുള്ള സോഫ്റ്റ്വെയർ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പിന്നെ LTE ബാൻഡ് സപ്പോർട്ട് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ LTE സ്പീഡും ബെറ്ററാണ് iPhone 11നകത്ത്. അതായത് iPhone 11 എന്ന് പറയുന്നത് ഡിസ്പ്ലേ പരമായിട്ട് iPhone XRുമായിട്ട് ഒരാൾക്ക് നിൽക്കുവാണെങ്കിൽ
ആണെങ്കിലും ബാക്കിയുള്ള മിക്ക അത്യാവശ്യമായ ഫീച്ചേഴ്സിനകത്തും ഐഫോൺ 11 ഐഫോൺ 10 മികച്ച നിൽക്കുന്ന ഒരു ഫോൺ തന്നെയാണ്. അതും ഈ ഐഫോൺ 11 ഐഫോൺ 10 തമ്മിലുള്ള ഒരു സെക്കൻഡ് ഹാൻഡ് യൂണിറ്റിന്റെ പ്രൈസ് ഗ്യാപ്പ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലൊന്നും ആയിരിക്കത്തില്ല. ഒരു 5000 റേഞ്ചിലുള്ള ഡിഫറൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യത്യാസത്തിനകത്ത് നമുക്കൊരു ഐഫോൺ 11 കിട്ടുന്നതുകൊണ്ട് തന്നെ ഐഫോൺ 11 എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഐഫോൺ 10 ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫോൺ എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെയല്ല നിങ്ങളുടെ പ്രൈസിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ടൈറ്റ് ആണ്, നിങ്ങൾ 30,000 താഴെ ഫോൺ നോക്കുവാണ്, ഐഫോൺ SE 2 ആയിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇപ്പോഴേ പോലെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഐഫോൺ 10 തന്നെയാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ പ്രൊമോട്ടും ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.